എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വലിയൊരു ഐലാൻഡ് കാണിക്കുകയാണ്. ആ ഒരു ഐലാൻഡ് ഉള്ളത് കടലിന് മുകളിലാണ്. വലിയൊരു പിരമിഡ് അത് കടലിന് മുകളിൽ ഉണ്ടാക്കി അവിടെയാണ് ആ ഒരു ഐലാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ സത്യത്തിൽ അടിപൊളിയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഒരു ഐലാൻഡിലൂടെ കറങ്ങി നടക്കുകയാണ്. അത് ആക്ച്വലി ഒരു എന്റർടൈൻമെന്റ് ഐലാൻഡ് ആണ്. ഒരുപാട് സ്വിമ്മിംഗ് പൂൾസും റൈഡ്സും അങ്ങനെ എല്ലാം തന്നെ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഐലാൻഡിന്റെ ചീഫ് ആളിപ്പോ റോബിന്റെയും നാമിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ആ ഐലാൻഡിന്റെ സ്പെഷ്യാലിറ്റി അതെന്തൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് സ്വിമ്മിംഗ് പൂളാണ്. ഡിഫറെന്റ് ടൈപ്പിലുള്ള ഒരുപാട് സ്വിമ്മിംഗ് പൂള്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഓരോരോ സ്വിമ്മിംഗ് പൂളായി ഇപ്പൊ കാണിക്കും. സാഞ്ചി ആണെങ്കിൽ ഏതോ ഒരു സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഹാപ്പിയായി ഗേൾസിന്റെ കുളിസീനൊക്കെ കണ്ട് നിർവൃതി അടയാണ്. മറ്റൊരു ഭാഗത്ത് ഉസോപ്പും ചോപ്പറും അവരാണെങ്കിൽ വലിയ റൈഡിന്റെ മുകളിൽ കയറി ആ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടും. റോബിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾ ഇത്രയും എൻജോയ് ചെയ്യുന്നത്. ഇനി വലിയ വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ചിന്തിച്ച റോബിന് ഈ ഒരു ഐലാൻഡ് അത് ശരിക്കും റിലാക്സ്മെന്റ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് അവിടെ അൺലിമിറ്റഡ് ഫുഡാണ്. ഇഷ്ടം പോലെ ഫുഡ്, വെറൈറ്റി ഫുഡ്സ് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ലോകത്തിൽ തന്നെയുള്ള നമ്പർ 1 ആയിട്ടുള്ള കുക്കുകൾ അവരാണ് ഈ ഒരു ഡിഷ് മുഴുവൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. റോബിനാണെങ്കിൽ ആ ഒരു വലിയ ഐലാൻഡ് കാണുമ്പോൾ ഇപ്പോഴും അത്ഭുതമാണ്. അവള് ചോദിക്കും, ഇത്രയും വലിയ ഐലാൻഡ് അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? നിങ്ങൾക്ക് അതിനു മാത്രം വരുമാനം ഈ ഒരു ഐലാൻഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അപ്പോഴായിരിക്കും ആള് പറയാ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ വർഷവും 10 മില്യൺ ബറീസ് ആണ് പ്രോഫിറ്റ് ആയിട്ട് മാത്രം കിട്ടുന്നത്. ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ഐലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ്, അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അങ്ങനെ പലതും ഇതിലുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഈ ഐലാൻഡിന് ചുറ്റും ആർക്കും കണ്ണിൽ പെടാതെ ഒരുപാട് സെക്യൂരിറ്റി ആൾക്കാരുണ്ട്. പൈററ്റ്സ് ആണെങ്കിലും നേവി ടീംസ് ആണെങ്കിലും ആർക്കും ഇവിടെ വന്ന് ഒന്നും ചെയ്യാനാവില്ല എന്ന് ഒരു സൂചന അവനിപ്പോ അവർക്ക് കൊടുക്കും. കട്ട് ചെയ്ത ഉസോപ്പും ചോപ്പറും ലൂഫിയും അവർ 3 പേരും ഇപ്പൊ ഒരു ട്യൂബിൽ കയറി ഒരു റൈഡിലൂടെ തെന്നിപ്പോയി അടിച്ചു വീഴും. അവരങ്ങനെ നിതമ്പൊക്കെ അടിച്ച് വീഴുന്നത് കണ്ട് ഒരു കുഞ്ഞിപ്പെണ്ണ് അവൾ പൊട്ടിച്ചിരിക്കും. അങ്ങനെ എല്ലാവരും ഓരോ ഭാഗത്ത് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ക്യാൻഡി റെയിൻ പെയ്യുക. അതായത് മഴത്തുള്ളികൾക്ക് പകരം നല്ല നല്ല ക്യാൻഡീസ്. ഉസോപ്പിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഉസോപ്പും ചോപ്പറും നമ്മുടെ ആൾക്കാരെല്ലാവരും കിട്ടിയ ക്യാൻഡീസ് എല്ലാം വായും വയറും നിറയെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഭ്രാന്തൻ ടീംസിന്റെ ആ കളിയും ചിരിയൊക്കെ കണ്ട് പെൺകുട്ടി വീണ്ടും വീണ്ടും ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് അവളെ ശ്രദ്ധിക്കുക. അവളുടെ കൂടെ തന്നെ ഒരു റെക്കൂൺ ഡോഗ് ഉണ്ട്. അതവളുടെ പെറ്റാണ്. അതിനിഷ്ടപ്പെട്ട രീതിയിൽ അതിനതിന്റെ രൂപം ചേഞ്ച് ചെയ്യാൻ കഴിയും. ഉടനെ ചോപ്പറും ഉസോപ്പും ലൂഫിയും അവർ 3 പേരും അതിന്റെ അടുത്തേക്ക് വന്ന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കാനായിട്ട് ആരംഭിക്കും. ആ റെക്കൂൺ ഡോഗ് ആണെങ്കിൽ നമ്മുടെ ചോപ്പറിനോട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയും. അതിനുശേഷം ആ പെൺകുട്ടി അവളുടെ സിസ്റ്ററിനെ അവളെ കൂടെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നീട് നമ്മുടെ ആൾക്കാര് അവരോരോരുത്തരായി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവൾക്ക് കഴിക്കാൻ ഇപ്പൊ ഫുഡും ഇഷ്ടം പോലെ ക്യാൻഡിയും ഒക്കെ അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ റെക്കൂൺ ഡോഗ് അതാണെങ്കിൽ ഇവിടെ ആൾക്കാർ പറയുന്ന അനുസരിച്ച് ഓരോരോ രൂപത്തിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. സാഞ്ചിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശം. അവൻ അതിനോട് പറയും, നീ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണായി മാറ്. അതത് കേൾക്കേണ്ട താമസം റെക്കൂൺ ഡോഗ്സിൽ വെച്ച് ഒരു സുന്ദരി പെണ്ണായി മാറും. ഓ ഗോഡ്, ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യ പെണ്ണായി മാറാനാണ്. അത് കേൾക്കേണ്ട താമസം അതിപ്പോ ഒരു കുഞ്ഞ് നാമിയായി മാറും. നാമിയെ കാണേണ്ട താമസം അതിനെ കയ്യിലെടുത്ത് സാഞ്ചി ആണെങ്കിൽ കൊഞ്ചിക്കാൻ തുടങ്ങും. ആ കുഞ്ഞി പെണ്ണും അവളുടെ ചേച്ചിയും അവർ 2 പേരും പറയും, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ ടൈമായി. ലൂഫിക്ക് അത് കേട്ട് ഭയങ്കര സങ്കടാവും. കാരണം അവൻ ആ റെക്കൂൺ ഡോഗിനെ ഒത്തിരി ഇഷ്ടമായി. അപ്പോഴായിരിക്കും ആ സിൽവർ ഫോക്സും ടീമും അവരിപ്പോ അവിടേക്ക് വരിക. അവരവിടേക്ക് വന്നത് തന്നെ ആ കുഞ്ഞി പെണ്ണിനെയും അവളുടെ സിസ്റ്ററിനെയും അവർ 2 പേരെയും പിടിക്കാനാണ്. പക്ഷെ വില്ലനാണെങ്കിൽ ഇപ്പോ അൺഎക്സ്പെക്ടഡ് ആയി കിട്ടിയ ഗിഫ്റ്റാണ് ലൂഫി ആൻഡ് ടീം. അവനിപ്പോ ലൂഫിക്ക് നേരെ തിരിയും, നിന്നെ ഇങ്ങനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇത് ദൈവമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നത്. അവനെ സൂക്ഷിച്ചു നോക്കുമ്പോഴായിരിക്കും ഇപ്പൊ നമ്മുടെ ആൾക്കാർക്കും അവൻ ആരാണെന്ന് പിടികിട്ടുക. അവനുടനെ അവൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മിറർ ബോക്സ് അതിലിപ്പോ അവന്റെ തല വെച്ച് ലോക്ക് ചെയ്യും. അവൻ അടുത്ത നിമിഷം വമ്പ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഒരുപാട് ബീംസ് നമ്മുടെ ആൾക്കാർക്ക് നേരെ അയക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഓടിക്കോടാ എന്ന് നിലവിളിച്ച് നാനാഭാഗത്തേക്ക് ഓടും. പക്ഷെ അധികം വൈകാതെ തന്നെ എല്ലാവരും അവന്റെ പവറിൽ പെട്ടുപോയി സ്ലോ ആവുകയാണ്. അതിനുശേഷം ആ വില്ലനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഡയറി അത് പിടിച്ചു വലിച്ചു വാങ്ങും. എന്നിട്ട് ഒരു റിമോട്ട് എടുത്ത് ഇപ്പൊ ഐലാൻഡ് അത് ഷെയ്ക്ക് ചെയ്യാണ്. അതങ്ങനെ ഇളകി മറിയുകയാണെങ്കിൽ അതിന് മുകളിലുള്ള എല്ലാവരും കടലിലേക്ക് വീഴും. 30 സെക്കൻഡ് വേണം അവിടെയുള്ള എല്ലാവർക്കും അവന്റെ പവറിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ.
ഉടനെ നമ്മുടെ ആൾക്കാർ മാത്രം നിൽക്കുന്ന സ്ഥലം അത് നല്ല രീതിയിൽ ഷെയ്ക്കായി തകർന്ന് കടലിലേക്ക് പോകാൻ തുടങ്ങും. ഫ്രാങ്കിയും ബ്രൂക്കും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും ഈ കാഴ്ച കാണാം. ഫ്രാങ്കി അത് കാണേണ്ട താമസം എടുത്തു ചാടി വന്ന് ആ വില്ലനെ അറിഞ്ഞ പൊറഞ്ഞ ഇടിക്കും. ലൂഫി അവന്റെ കൈവച്ച് ആ രണ്ട് സിസ്റ്റേഴ്സിനെയും അവരുടെ ഡോഗിനെ പ്രൊട്ടക്ട് ചെയ്യും. റോബിൻ ആണെങ്കിൽ അവളുടെ കൈവച്ച് ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ എല്ലാവരെയും അതിൽ സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്യും. വില്ലൻ വീണ്ടും പേടിച്ചോടി ആ ഒരു കണ്ണാടി ബോക്സ് അതിൽ കയറി അവന്റെ ബീം പവർ അത് റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കും. ലൂഫി അത് കണ്ട് അവന്റെ കൈ നീട്ടി ബസൂക്ക എന്ന് നിലവിളിച്ചു പറഞ്ഞ് ആഞ്ഞൊരടി. ആ ഒരൊറ്റൊരടിയില് ആ പെട്ടി തകർന്ന് നേരെ വെള്ളത്തിലേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ അയലാനുള്ള ജനങ്ങള് അവരെല്ലാവരും പേടിച്ച് ജീവനം കൊണ്ട് കപ്പലെടുത്ത് അവിടുന്ന് ഓടുകയാണ്. സോറോ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ കുളിയൊക്കെ കഴിഞ്ഞ് അയലാൻഡിലേക്ക് വരും. അവനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവൻ ചുറ്റും നോക്കും, ജനങ്ങൾ നിലവിളിക്കുന്നു, അവരോടുന്നു. ആ അയലാൻഡ് ആണെങ്കിൽ ഇളക്കി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അവന് മനസ്സിലാവും. പക്ഷെ അതെന്താണെന്ന് മാത്രം അവന് പിടികിട്ടില്ല. കട്ട് ചെയ്ത ഇവിടെ നാമി അവളിപ്പോ ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് വരും. അവര് മാത്രമല്ല നമ്മുടെ ആൾക്കാരെല്ലാവരും. ആ വില്ലൻ പിടിച്ചു മേടിച്ച ബുക്ക് അതിപ്പോ നാമി അവളുടെ കയ്യിൽ തിരികെ കൊടുക്കും. അതിനുശേഷം നാമി അവരോട് ചോദിക്കും, ആ വില്ലന്മാരെന്തിനാ നിങ്ങളെ അന്വേഷിച്ചു വന്നേ? ഈ ബുക്ക് എന്തിനാ നീ ഇത്രയും കെയർഫുൾ ആയിട്ട് കയ്യിൽ കൊണ്ടുവന്ന് നടക്കുന്നത്? അവർക്ക് ആവശ്യവും ഈ ബുക്ക് തന്നെയായിരുന്നു. അങ്ങനെ എന്ത് പ്രത്യേകതയാണ് ഈ ബുക്കിന്? ആ ചോദ്യം കേൾക്കേണ്ട താമസം ആ കുഞ്ഞിപ്പെണ്ണ് അവൾ അധികം ഒന്നും ആലോചിക്കാതെ അവരോട് തുറന്നു പറയും, ഇതില് ജുവൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ആ ഒരു സീക്രട്ട് ഒരുപക്ഷെ അതിനുവേണ്ടിയായിരിക്കും അവർ ഈ ബുക്ക് മോഷ്ടിക്കാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട കുഞ്ഞിപ്പെണ്ണിന്റെ ചേച്ചി അവൾ ഫുൾ കലിപ്പില് ഇപ്പൊ അവളോട് ചോദിക്കും, യു ആർ അൺബിലീവബിൾ, നീ എന്തിനാ ഈ കാര്യം അവരോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞത്? ഇത് ആരോടും പറയാൻ പാടില്ല. അതിനവള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ നല്ലവരാണ്, ഉറപ്പായിട്ടും നമ്മളെ ഇവര് ഹെൽപ്പ് ചെയ്യും. ഉടനെ അത് കേട്ട് അവളുടെ ചേച്ചി അവൾ ആ ബുക്ക് എടുത്ത് ഇപ്പൊ നാമിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആക്ച്വലി ആ ബുക്കില് അവരുടെ അച്ഛൻ എങ്ങനെ ഗോൾഡ് ഉണ്ടാക്കാം എന്നൊരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആക്ച്വലി ഒരു ഇൻവെന്റർ ആണ്. കുഞ്ഞിപ്പെണ്ണ് വീണ്ടും പറയും, ആക്ച്വലി എന്റെ ചേച്ചിക്ക് ഈ ഒരു ഇക്വേഷൻ അത് സോൾവ് ചെയ്യാൻ അറിയാം. ഇതില് 99% ആ ജ്വൽസ് ഉണ്ടാക്കാനുള്ള ഫോർമുല ഉണ്ട്. ബാക്കി 1% അത് എവിടെയാണെന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ആ രണ്ട് ഗേൾസും അവസാനത്തെ ആ ഒരു ക്ലൂ അതിനുവേണ്ടിയാണ് ഈ ഒരു അയർലാൻഡിലേക്ക് വന്നത്. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണ് അവള് ദേഷ്യപ്പെട്ട് പറയും, പപ്പ ഞങ്ങൾ ഒരുപക്ഷെ പറ്റിക്കായിരിക്കും, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കില് ആ രണ്ട് പെൺകുട്ടികളുടെയും വീട് കാണിക്കും. ഉടനെ ആ പെൺകുട്ടികളുടെ പപ്പ ആളിപ്പോ സ്പീഡിൽ ഓടി ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് വരികയാണ്. ആള് പറയും, ഇതൊരു സ്വർണ്ണ കളറുള്ള ഒരുതരം പുൽച്ചാടിയാണ്. ആക്ച്വലി ഇവറ്റകള് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് വന്ന ആ ഗ്രാമം മുഴുവനും നശിച്ചു പോവും. ഇതിപ്പോ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാ കുഞ്ഞിപ്പെണ്ണ് പറയും, അത് റിയൽ ആയിട്ടുള്ള ഗോൾഡൻ കളർ അല്ല, ആരോ അതിന്റെ മേലെ പെയിന്റ് അടിച്ചതാണ്. അപ്പ പണി ഒപ്പിച്ച കുറച്ച് വികൃതി കുട്ടന്മാര് അവരാണെങ്കിൽ വീട്ടിൽ വന്ന് അവരുടെ പപ്പയെ കളിയാക്കാൻ തുടങ്ങും. അതിനാ കുഞ്ഞിപ്പെണ്ണ് അവള് ദേഷ്യപ്പെട്ട് അവര് വിരട്ടി ഓടിക്കും. പപ്പയാണെങ്കിൽ അത് വെറും തമാശയായിട്ട് മാത്രം എടുക്കും. കാരണം അദ്ദേഹത്തിന് ഈ വില്ലേജ് ഭയങ്കര ഇഷ്ടമാണ്. ഈ വില്ലേജ് എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്മേലാണ് അദ്ദേഹം ഇത്രയും നാളും അവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ജ്വല്ലറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റിസർച്ച് അത് സ്റ്റാർട്ട് ചെയ്യും. ആ പെൺപിള്ളേർക്ക് രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ പപ്പയാണെങ്കിൽ അതിൽ ഉറച്ചു നിന്ന് ആളുടെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യും. കട്ട് ചെയ്ത പ്രസന്റില് ആ കുഞ്ഞിപ്പെണ്ണ് പറയും, അച്ഛൻ ആക്ച്വലി ഒരു മണ്ടനാണ്, അച്ഛനെ കൊണ്ട് ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടും അച്ഛനതൊന്നും കേൾക്കാതെ 3 വർഷങ്ങൾക്ക് മുൻപ് ആ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനായി വീട് വിട്ടിറങ്ങി. വർഷങ്ങളോളം ഞങ്ങൾ ഞങ്ങളുടെ പപ്പയ്ക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അദ്ദേഹം വന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നോ യഥാർത്ഥത്തിൽ ചിന്തിച്ചിരുന്നു പോലുമില്ല. അതിനുശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പട്ടിക്കുട്ടി അതുമാത്രം പപ്പയുടെ ഡയറിയുമായിട്ട് തിരികെ എത്തിയത്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു, പപ്പ ഞങ്ങളെ വിട്ടു പോയി. ആ ഡയറി തുറന്ന് വായിച്ചപ്പോ അവര് ഷോക്കായി. ആളുടെ റിസർച്ച് അതിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും അതിലവരുടെ പപ്പ എഴുതിയിട്ടുണ്ടാവുക. അന്ന് മുതലാണ് കുഞ്ഞിപ്പെണ്ണ് പപ്പയെ ഒരുപാട് വെറുക്കാൻ തുടങ്ങിയത്. അവൾ ഒരുപാട് ചീത്തയൊക്കെ പപ്പയെ വിളിക്കും. അപ്പൊ അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്പോർട്ടർ സ്നേഹില് അതുവഴി ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റാരോ കേൾക്കുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫി അവർ ആ കഥയെല്ലാം കേട്ടതിനു ശേഷം ആ പെൺകുട്ടിയോട് പറയും, നിന്റെ അച്ഛൻ ശരിക്കും പാവമാണ്. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണിന്റെ ചേച്ചി അവൾ എഴുന്നേറ്റ് എന്ന് പറയും, എനിക്കും എന്റെ അച്ഛനില് ഭയങ്കര വിശ്വാസമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഒരു ഫോർമുല അത് സോൾവ് ചെയ്താ തീർച്ചയായിട്ടും
ജ്വൽസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവളങ്ങനെ പവർഫുൾ ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം ആരോ ഒരാള് ഏതോ ഒരു ബട്ടൺ അമർത്തും. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണിന്റെ ചേച്ചി അവൾ ഏതോ ഒരു ട്രാപ്പിലേക്ക് വീണ് പോവാണ്. ഫ്രാങ്കി ഉടനെ ആ കുഞ്ഞിപ്പെണ്ണിനെ തൂക്കിയെടുക്കും. അപ്പ അവരുടെ തൊട്ട് മുകളിലായി ഒരു സ്നെയിലിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞു. അവളെ തിരികെ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരും. അത് മറ്റാരുമല്ല, നമ്മൾ മുൻപ് കണ്ട ഈ ഒരു പാർക്ക് ഐലാൻഡിന്റെ മാനേജർ. അവൻ വീണ്ടും പറയും, നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ വേണമെങ്കിൽ ഈ ബുക്കിലുള്ള കാര്യം അതെന്താണെന്ന് ആ ഫോർമുല സോൾവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരണം, എങ്കിലും മാത്രമേ അവളെ ഞാൻ വിട്ടയക്കൂ എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.